വി ഡി സതീശൻ പിന്നിൽ. വി ഡി സതീശൻ 243 വോട്ട്. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിൽ പിന്നിലാണ് എന്ന ഞെട്ടിക്കുന്ന രാഷ്ട്രീയ വിവരം. രാഷ്ട്രീയ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. മുഖ്യമന്ത്രിയും ഒപ്പം പ്രതിപക്ഷ നേതാവും ഒരേ സമയം ആദ്യത്തെ 2 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ പിന്നിലാണ് എന്നുള്ള വിവരമാണ്. 243 വോട്ടുകൾക്ക് 243 വോട്ടുകൾക്കാണ് ട്രെയിലിംഗ്. 243 വോട്ടുകൾക്ക് വി ഡി സതീശൻ പിന്നിലാണ്. ടൈസൺ മാഷയ്ക്ക് 4395 വോട്ട്. ടൈസൺ മാഷയ്ക്ക് 4638 വോട്ട്. വി ഡി സതീശന് 4395 വോട്ട്. പറവൂരിൽ എന്താ സംഭവിക്കുന്നത്? പറവൂരിൽ അദ്ദേഹത്തിന്റെ കാര്യം സേഫ് ആണോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ കാര്യം സേഫ് ആണോ എന്നുള്ളതാണ് ഇപ്പം ആദ്യ റൗണ്ടിൽ എണ്ണിയിരിക്കുന്നത്. LDF-ന്റെ മേഖലയാണ് ഇപ്പോൾ എണ്ണിയിരിക്കുന്നത്. ആദ്യ റൗണ്ടിൽ എണ്ണിയിരിക്കുന്നത് വടക്കേക്കരയാണ്. പറവൂരിൽ വി ഡി സതീശനും പിന്നിൽ, ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നിൽ എന്നുള്ളതാണ്. നമുക്ക് ധർമ്മടത്തെ കണക്ക് കൂടുതൽ എടുക്കണം. സ്വാഭാവികമായും രണ്ടും തവനൂരിൽ വി എസ് ജോയ് മുന്നിലാണ്. നേരത്തെ മുന്നിൽ തന്നെയാണ്. നാട്ടിൽ ഗീത ഒരു നിമിഷം 96 സീറ്റിലേക്ക് UDF-ന്റെ ലീഡ് നില ഉയർന്നിരിക്കുന്നു. 40ലേക്ക് LDF. പക്ഷേ വി ഡി സതീശൻ പിന്നിലാണ് ആദ്യ റൗണ്ടിൽ എന്നുള്ളത് അല്പം ആശങ്ക പകരുന്നതാണ്. UDF ക്യാമ്പിന് വലിയ തിളക്കമാർന്ന വിജയം നേടുമ്പോഴും ആദ്യ റൗണ്ടിൽ പിന്നിൽ പോകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. വടക്കേക്കരയാണ് LDF-ന്റെ ശക്തി കേന്ദ്രമാണ് ആദ്യ റൗണ്ടിൽ എണ്ണിയിരിക്കുന്നത് എന്നുള്ളതാണ്. പൊന്നാനിയിൽ ഇടതുപക്ഷത്തിന് കാലിടറുന്നുണ്ട് കേട്ടോ. തിരിച്ചു വരാൻ പറ്റാത്ത ഇവിടെ ധർമ്മടത്താണെങ്കിലും ശരി, പറവൂരിലാണെങ്കിലും ശരി, തിരിച്ചു വരാൻ പറ്റാത്ത വീഴ്ചയല്ല മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും. പക്ഷേ ആദ്യ റൗണ്ടുകളിൽ അവർ പിന്നിൽ പോകുന്നു എന്നുള്ളത് സൂചനയാണ്. UDF ക്യാമ്പുകളിൽ അത്യാവേശം, ആഹ്ലാദം, ഉന്മാദം, ആവേശം കേൾക്കാം, കാണാം. KPCC ആസ്ഥാനത്തിന് പുറത്തുള്ള ആഹ്ലാദപ്രകടനമാണ്. അതായത് പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ ഈ നിലയിലേക്ക് എത്തിച്ച പ്രതിപക്ഷ നേതാവ് ആദ്യ റൗണ്ടിൽ പിന്നിൽ പോകുന്നു എന്നുള്ളത് വളരെ നിരാശയുള്ള ഒരു വാർത്തയാണ്. കാരണം ഈ തിളക്കത്തോടൊപ്പം പ്രതിപക്ഷ നേതാവും ഒപ്പം ഉണ്ടാവണം. വേണുഗോപാലിന്റെ ചിത്രങ്ങൾ ഉയർത്തിയാണ് അവിടെ പ്രകടനം നടക്കുന്നത് എന്നുള്ളത് അതിന്റെ ഒരു ക്ലോസ് ഷോട്ടുകൾ എടുക്കുന്നത് എന്തായിരിക്കും? KC-യുടെ ചിത്രങ്ങൾ ഉയർത്തി UDF കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമാണ് പ്രേക്ഷകർ കാണുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് 231 വോട്ടുകൾക്കും 790 വോട്ടുകൾക്കും പിന്നിലാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. ഒരേ സമയം മുഖ്യമന്ത്രിയും ഒരേ സമയം പ്രതിപക്ഷ നേതാവും പിന്നിലാവുന്നു എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒന്നാണ്. അതിവിടെ സംഭവിക്കുന്നു. അവിശ്വസനീയമായ പലതും സംഭവിക്കുന്നു. പിക്ചർ അഭി ബാക്കി ഹേ. കഴിയുമ്പോൾ ധർമ്മടത്ത് 2500 വോട്ടുകൾക്ക് പിണറായി വിജയൻ പിന്നിൽ. 2 റൗണ്ട് എണ്ണി കഴിയുമ്പോൾ ധർമ്മടത്ത് പിണറായി വിജയൻ CPM-ന്റെ കോട്ടകളിൽ വൻ ചോർച്ചയാണ് ഉണ്ടായത്. CPM-ന്റെ കോട്ടകളിൽ വൻ ചോർച്ച.